മുൻനിശ്ചയിച്ചിരുന്ന പ്രകാരം അടുത്ത ഘട്ടം ബന്ദികളുടെ മോചനം ശനിയാഴ്ച നടത്തുമെന്ന് ഹമാസ് അറിയിച്ചു. 3 ബന്ദികളെയാണ് ഇത്തവണ വിട്ടയക്കുക. മോചനം വൈകിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് പ്രഖ്യാപിച്ചതോടെ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. കൈറോയിൽ മധ്യസ്ഥ രാജ്യമായ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഉദ്യോഗസ്ഥരുമായി ഹമാസ് സംഘം നടത്തിയ ചർച്ചയിലാണ് തടസ്സം നീങ്ങിയത്. ഗാസയിലേക്ക് കൂടുതൽ ടെന്റുകളും മരുന്നും ഇന്ധനവും കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കാനുള്ള യന്ത്രങ്ങളും എത്തിക്കാൻ ഹമാസ് ഖത്തർ പ്രധാനമന്ത്രിയുടെ സഹായം തേടി. കരാർ പ്രകാരമുള്ള 2 ലക്ഷം ടെന്റുകളിൽ 73,000 ടെന്റുകൾ ഗാസയിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഹമാസിന്റെ തീരുമാനത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല. ഔഷധ ഇന്ധന വിതരണം, ഗാസയിൽ തകർത്ത കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കാൻ ഉപകരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രതിനിധി സംഘം കൈറോയിൽ ഈജിപ്ത് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുവെന്നും ഖത്തർ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ശനിയാഴ്ച 12-ന് എല്ലാ ബന്ദികളെയും തിരിച്ചയച്ചില്ലെങ്കിൽ കരാറുകൾ റദ്ദാക്കി ഗാസയെ തകർക്കും. ഇതോടെ സമാധാന ശ്രമങ്ങൾ അവസാനിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബന്ദികളാക്കിയവരിൽ ഭൂരിഭാഗവും മരിച്ചതായി താൻ കരുതുന്നുണ്ട്. ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാൻ ജോർദാനും തുർക്കിയും തയ്യാറായില്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള സഹായം അവസാനിപ്പിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. സമയപരിധിക്ക് ശേഷമുണ്ടാകുന്ന നടപടിയിൽ അമേരിക്കയ്ക്ക് പങ്കാളിത്തം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഗാസ ഏറ്റെടുക്കൽ പദ്ധതി നടപ്പിലായാൽ പലസ്തീനുകൾക്ക് അവിടെ യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ലെന്നും ഗാസയ്ക്ക് പുറത്ത് പലസ്തീനുകൾക്കായി 6 സ്ഥലങ്ങളുണ്ടെന്നും ട്രംപ് ആവർത്തിച്ചു. ബന്ദികളെ മോചിപ്പിക്കുന്നത് നിർത്തിവെക്കുമെന്ന് ഹമാസ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നത്. ഇതോടെ സമാധാന ചർച്ചകളും തടസ്സപ്പെട്ട നിലയിലായിരുന്നു. ഖത്തറിൽ നടക്കുന്ന ചർച്ച അവസാനിക്കും മുൻപ് ഇസ്രയേൽ മടങ്ങി. സൈന്യത്തിന് ഇസ്രയേൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി 5ാം ബന്ദി കൈമാറ്റം നടന്നെങ്കിലും ഇരുപക്ഷവും രൂപപ്പെടുത്തിയ വ്യവസ്ഥകൾ ഇസ്രയേൽ നഗ്നമായി ലംഘിക്കുകയാണെന്ന് ഹമാസ് ആരോപിച്ചായിരുന്നു ബന്ദി കൈമാറ്റം നിർത്തിവെച്ചത്. അതേസമയം ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇസ്രയേലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപിന്റെ നിർദ്ദേശത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ ഗാസക്കാരെ ഒഴിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ കലുഷിതമാക്കുമെന്നായിരുന്നു ഈജിപ്ത്, ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാട്. അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഗാസ പുനർനിർമ്മിക്കാൻ $5,314 കോടി വേണ്ടിവരുമെന്നാണ് UN കണക്കാക്കുന്നത്. ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ $2,056 കോടി ആവശ്യമാണെന്നും UN സെക്രട്ടറി അന്റോണിയോ ഗുട്ടാരസ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഈ വൻതുക മുടക്കി ഗാസയെ വീണ്ടെടുക്കൽ വലിയ പ്രതിസന്ധിയാണ്. ഗാസയിൽ നിലവിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് പ്രയാസമേറിയതാണെന്നാണ് അറബ് രാജ്യങ്ങൾ പറയുന്നത്. പ്രദേശവാസികളെ കുടിയൊഴിപ്പിക്കാതെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണം നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പലസ്തീനികളെ ഒഴിപ്പിച്ചുള്ള പരിഹാരം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.